മാനേജർ വിളിച്ചു. അവിടെ ചെന്നപ്പോ പുള്ളി പറയാ, നിങ്ങൾ നാളെ തൊട്ട് വരാതിരിക്കരുത്, ഇതൊക്കെ സാറങ്ങ് മറക്കും, സാറ് നാളെ നിങ്ങളെ കാണുമ്പോൾ ഇത് മറന്നു പോകുന്നു. അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു, ഞാനൊരു പെറ്റ അമ്മയാണ്, എനിക്ക് ഒരിക്കലും ഇത് മറക്കാൻ പറ്റൂല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കുട്ടിയെ പ്രസവിച്ചതിന്റെ പേരിൽ കേട്ട ഏറ്റവും അപമാനകരമായ വാക്കാണ് നിങ്ങളുടെ കുട്ടിയെ പോലെ ഒരു കുട്ടി എനിക്കില്ല. നിങ്ങൾ ഒന്ന് ഓർക്കണം, നിങ്ങളുടെ കുട്ടിയെ പോലെ ഒരു കുട്ടി എനിക്കില്ല എന്ന് പറയുമ്പോ എന്റെ വൈഫ് എന്നെ ഒന്ന് പിടിച്ചു. അപ്പൊ എന്റെ ഒരു വാള് പോലൊരു സാധനം എന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോയാണെന്നൊക്കെ എനിക്ക് തോന്നി. എന്റെ ഫീലിംഗ് അതാണ്. ഇന്നലെ നമ്മൾ ഗോപിനാഥ് മുതുകാടിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് ഒരു പേരൻറ്റിന് പറയാനുള്ള അഭിപ്രായം കേട്ടുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇത് മറ്റൊരു പേരൻറ്റിൻ്റെ അഭിപ്രായമാണ്. എന്തായാലും നമ്മൾ ആ പേരൻറ്റിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും കേൾക്കാം. പക്ഷേ അതിനു മുമ്പ് ഇന്നലെ ഇട്ട വീഡിയോയെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാറുണ്ട്. അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നു. കുറച്ച് ആൾക്കാർ പറയുന്നത് ഇതൊക്കെ കള്ളമാണ്, ഈ പേരൻസ് പറയുന്നത് കള്ളമായിട്ടുള്ള കാര്യമാണ് എന്നാണ്. കുറച്ച് പേര് ഇത് സത്യമാണ് എന്ന് പറയുന്നുണ്ട്. വേറെ കുറച്ച് പേര് വന്ന് തെറി വിളിക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് കള്ളമാണ് എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടവരെ ഒന്നും ഞാൻ ഒരിക്കലും കുറ്റം പറയുകയില്ല. കാരണം ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നിയത്. ആദ്യം എനിക്കും ഇത് വിശ്വസിക്കാൻ തോന്നില്ല. ഗോപിനാഥ് മുതുകാടിന്റെ മാജിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാളെന്ന നിലയ്ക്ക് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കേട്ടപ്പോൾ ആദ്യം എനിക്കും ഒട്ടും തന്നെ വിശ്വസിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാത്ത ആൾക്കാരെ, അല്ലെങ്കിൽ ഇത് കള്ളമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയുകയില്ല. പിന്നെ കുറെ പേര് കമന്റ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു സ്ഥാപനം നീയൊക്കെ കൂടി പൂട്ടിക്കാനല്ലേ നടക്കുന്നത്, നീയൊക്കെ ഇത് പൂട്ടിച്ചേ അടങ്ങത്തുള്ളൂ, എന്തിനാണ് ഇത് പൂട്ടിക്കാൻ വേണ്ടി നീയൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ്. കുറേ പേർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തു. ഒരുപാട് കമന്റ്സിന് മറുപടി കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ വീഡിയോയിലൂടെ കാര്യം പറയാം. ഈ ഒരു സ്ഥാപനം പൂട്ടണമെന്നല്ല ഈ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് വന്ന പേരൻസിന്റെയും ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ വീഡിയോസ് ഒക്കെ പുറത്തു വിടുന്ന, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ അഭിപ്രായം പറയുന്ന ആൾക്കാരും ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്ന ഈ സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഇത് ചെയ്യുന്നതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. അത് നിങ്ങളുടെ തെറ്റായ ഒരു ധാരണയാണ്. നിങ്ങളെ ആരെങ്കിലും അങ്ങനെ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം മറ്റു പലതുമാണ്. അവിടെ പരിഹരിക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെല്ലാം പരിഹാരം വേണം. ആ പരിഹാരങ്ങൾ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ അതെല്ലാം പരിഹരിച്ച് ഈ സ്ഥാപനം മുമ്പോട്ടേക്ക് പോകണമെന്ന് തന്നെയാണ് ഈ ആരോപണങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്ന പേരൻസിന്റെയും ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന യുവജനന്റെയും എല്ലാം ഉദ്ദേശം അത് മാത്രമാണ്. അല്ലാതെ ഈ സ്ഥാപനം എന്നേക്കുമായി പൂട്ടണമെന്നോ ആ കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കണമെന്നോ എന്നൊന്നുമല്ല. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നതെന്ന്. ഇത് സോഷ്യൽ മീഡിയയിൽ വരികയില്ലായിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമേ സോഷ്യൽ മീഡിയയിൽ വരികയില്ലായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം, അവിടുത്തെ ഈ പോരായ്മകളും കാര്യങ്ങളും പേരൻസിന് തോന്നിയ പ്രശ്നങ്ങളും എല്ലാം പേരൻസ് ഗോപിനാഥ് മുതുകാടിനോട് നേരിട്ട് ബോധിപ്പിച്ചതാണ്. അന്ന് ഇത് തുറന്നു പറഞ്ഞ പേരൻസിനോട് അപമാനിക്കുന്ന രീതിയിൽ ഗോപിനാഥ് മുതുകാട് പെരുമാറുകയും അവർക്കൊക്കെ അത് ഒരുപാട് വിഷമമാവുകയും ചെയ്തതുകൊണ്ടും, അതുപോലെ തന്നെ പേരൻസ് മുന്നോട്ടേക്ക് വെച്ച പരാതികൾ ഒട്ടും കാര്യമായിട്ട് എടുക്കാതെ പോയതിൻ്റെയും ഒക്കെ ഫലമാണ് ഈ ഒരു പ്രശ്നം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നത്. ഫിനാൻഷ്യലി പണം വരുന്നതോ പണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതോ ചിലവാക്കുന്നതോ ഒന്നും ഒരു പേരൻസിൻ്റെയും കൺസേൺ അല്ല. അവരുടെ കൺസേൺസ് അവരുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഓർത്താണ്. അതാണ് അവിടെ പറയുന്നത്. ഇവിടെ സംസാരിച്ച ഒരു പേരൻറ്റ് പോലും പണം വരുന്നുണ്ട്, പണം എങ്ങോട്ട് പോകുന്നെന്ന് അറിയത്തില്ല, എന്താണ് ഇദ്ദേഹം ഈ പണം കൊണ്ടൊക്കെ ചെയ്യുന്നതെന്ന് ഒരു ചോദ്യം പോലും ആരും ഉന്നയിച്ച് ഞാൻ കേട്ടിട്ടുമില്ല. നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന പണത്തിനെക്കുറിച്ചല്ല ആ പേരൻസിൻ്റെ കൺസേൺ. അവരുടെ കൺസേൺ അവിടെ പഠിക്കുന്ന കുട്ടികളെക്കുറിച്ചും ആ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുമാണ്. അത് മനസ്സിലാക്കാതെ മുതുകാടിൻ്റെ കുറേ ഫാൻസ് വന്നിട്ട് ആ പേരൻസിനെ തെറി വിളിക്കുകയാണ്, ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഈ പേരൻസ് ആ സ്ഥാപനം പൂട്ടിക്കാനാണ് നോക്കുന്നത് എന്നുള്ള പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. എന്തായാലും ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു പേരന്റിന്റെ അനുഭവം നമുക്കൊന്ന് കേൾക്കാം. മാനേജരോടും മറ്റു ടീച്ചർമാരോടൊക്കെ പരാതി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അതിന് ഞങ്ങളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, മീറ്റിംഗ് വിളിക്കും. അങ്ങനെ ഒരു ദിവസം അന്ന് ഈ പറഞ്ഞ് എന്റെ പിറ്റേ ദിവസം മീറ്റിംഗ് വിളിച്ചു. അപ്പോൾ പേരൻസ് എല്ലാം വന്ന് എന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് സംഭവം, ഞങ്ങൾക്ക് ഇന്ന പരാതിയുണ്ട്. എല്ലാം കൂടെ പച്ചക്കറിക്ക് ലിസ്റ്റ് എഴുതുന്നതൊക്കെ ഒരു നീളം ലിസ്റ്റ്. എന്റെ കൂടെ ഇരുന്ന് എനിക്ക് ഇതെല്ലാം തയ്യാറാക്കി തന്ന ആള് പോലും എന്നെ തള്ളി പറഞ്ഞു. അതിലേക്ക് ഞാൻ കടക്കാം. അപ്പോൾ അവിടെ മീറ്റിംഗ് വിളിച്ചു. 5 മണിയായപ്പോൾ 5:45 അവിടെ ക്ലാസ് തീരുന്ന ഞങ്ങൾക്ക് വീട്ടിൽ പോകേണ്ടതാണ്. 5 മണിയായപ്പോൾ അത്യാവശ്യപ്പെട്ടൊരു മീറ്റിംഗ് വിളിച്ചു. ഇങ്ങനെ മുതുകാട് സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു ഹാളിലേക്ക് കയറ്റി. ഞങ്ങൾ ഒരു 70-75ഓളം രക്ഷകർത്താക്കളും അവരുടെ ബന്ധുക്കളും എല്ലാം ആയിട്ട് ഒരു 100-നകത്ത് പേര് ആ ഹാളിൽ എല്ലാവരും കൂടെ കയറി ഇരുന്നതിന് ശേഷം ക്യാമറയും എല്ലാം ഓഫ് ചെയ്തിട്ട് ഒരു സെറ്റ് കൊണ്ടിട്ട് പുള്ളി അവിടെ വന്നിരുന്നു. ചോദിച്ചു, സുഖം തന്നെയെന്ന് ചോദിച്ചു. ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇന്ന ആളാണ്, ഞാൻ കൊല്ലം ഓട്ടിസം ക്ലബിന്റെ സെക്രട്ടറി കൂടെയാണ്, ഹരികൃഷ്ണൻ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛനാണ്. അപ്പൊ സാറേ, ഇവിടുത്തെ നടത്തിപ്പിൽ ചില പാകപ്പിഴകൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അത് സാറിനെ ഒന്ന് ബോധിപ്പിക്കണം. കുട്ടികളുടെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. ഇത്രയുമാണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി എഴുന്നേറ്റ് നിന്ന് ഞാൻ പറയാം. തൊട്ടടുത്ത് എന്റെ വൈഫ് ഇരിപ്പുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു, നിങ്ങളുടെ ആ വാക്ക് പരിതാപകരം എന്ന് പറയുന്ന വാക്ക് എന്നെ പ്രകോപിതനാക്കി. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അറ്റം ദേഷ്യമാണുള്ളത്. നിങ്ങൾ ഒന്ന് ഓർക്കണം, നിങ്ങളുടെ കുട്ടിയെ പോലെ ഒരു കുട്ടി എനിക്കില്ല എന്ന് പറയുമ്പോ എന്റെ വൈഫ് എന്നെ ഒന്ന് പിടിച്ചു. അപ്പൊ എന്റെ ഒരു വാള് പോലൊരു സാധനം എന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോയാണെന്നൊക്കെ എനിക്ക് തോന്നി. എന്റെ ഫീലിംഗ് അതാണ്. ഒരു കുട്ടി എനിക്കില്ല, അദ്ദേഹം പറയുന്ന വാക്കുകളാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കുടിക്കുന്ന ചായ, ബിസ്ക്കറ്റ്, നിങ്ങൾ ഈ ഉച്ചയ്ക്ക് ഉണ്ണുന്ന ഊണ്, നിങ്ങൾ കയറി വരുന്ന വാഹനം, ഇതെല്ലാം എന്റെ സൗജന്യമാണ്, എന്റെ ഔദാര്യമാണ്. ഈ വാക്കാ പറഞ്ഞത്. ഒന്നല്ല 4 പ്രാവശ്യം പുള്ളി അത് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിലാലോചിച്ച്,
ഇതെല്ലാം മറ്റു വ്യക്തികൾ ഈ സ്ഥാപനത്തിലെ കുട്ടികളെ കണ്ടുകൊണ്ട് കൊടുക്കുന്ന ഔദാര്യം വാങ്ങിക്കൊണ്ട് ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? അതാണ് എന്റെ വിഷയം. ഇത്രയും നമ്മൾ നീട്ടിപ്പരത്തി ഒന്നും പറയണ്ടായാലും എന്റെ വിഷയം അതാണ്. എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് സ്തബ്ധരായി പോയി. പുള്ളി എന്നിട്ട് പറഞ്ഞ അതല്ല, നിങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല, പരിതാപകരം ഈ അവസ്ഥയെ നിങ്ങൾ ഒരിക്കലും തുടരേണ്ട. ആയിരക്കണക്കിന് പേര് ഹൈ ലെവൽ റെക്കമെൻഡായിട്ട് പുറത്ത് പോകണം, നിങ്ങൾക്ക് ഇപ്പൊ ഇറങ്ങാൻ കുട്ടിയെ വിളിച്ചെന്ന് പറഞ്ഞ്. എന്റെ സ്ഥാനത്ത് മാഡത്തിനെ ചിന്തിച്ചു നോക്കും. അപ്പൊ മാഡം എന്ത് പറയും? അവിടെ നിന്ന് നമ്മുടെ നാക്കിറങ്ങി പോകത്തേ ഉള്ളൂ. ഒന്നും ചലിക്കാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന ക്യാമറ തുറക്കുമ്പോ ഇപ്പൊ ഞാൻ ക്യാമറ തുറന്നപ്പോ എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, ഞാൻ യാഥാർത്ഥ്യമാണ് വിളിച്ചു പറയുന്നത്. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല, ക്യാമറ തുറക്കുമ്പോ അദ്ദേഹത്തിന് എങ്ങനെ അഭിനയിക്കണമെന്ന് അറിയാം. ആ മുതുകാട് സാർ അല്ല നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത്. ഞാൻ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ് കൂടെ കിടന്നവനെ രാപ്പനി അറിയുമെന്ന് പറയുന്ന കണക്ക് യഥാർത്ഥ മുതുകാടിനെ അറിയണമെങ്കിൽ അവിടെ ചെല്ലണം, അവിടത്തെ നമ്മൾ അവിടെ അംഗമായി അവിടെ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കിയെങ്കിലേ പറ്റൂ. ഇതേപോലെ ഞങ്ങളോട് ഇത്രയും പേരൻസിന്റെ പരസ്യമായിട്ടാണ് ഞങ്ങളോട് പറഞ്ഞെങ്കിൽ മാവേലിക്കരയുള്ള ഒരു പേരന്റ് അവിടുന്ന് അവർ കരഞ്ഞോണ്ടാ ഇറങ്ങിപ്പോയത്. ഞങ്ങളെ പോലെ തന്നെ അവരെടുത്ത് അടച്ചിട്ട മുറിയിലാ പറഞ്ഞത്. അടച്ചിട്ട മുറികളിൽ പല ഇതുപോലെ നിങ്ങളെ പോലെ ഒരു കുട്ടി എനിക്കില്ല, എന്നിട്ട് ഞാൻ ഇത് ചെയ്യുന്നത് ഇത് എന്റെ ഔദാര്യമാണ്, വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ തുടരുക, അല്ലെങ്കിൽ പൊക്കോളാൻ പറയും. ആ ഒരു സ്ഥാപനത്തിൽ കുറച്ച് പോരായ്മകളുണ്ട്, അതിൽ കുറച്ച് പേരൻസിനൊക്കെ അതൃപ്തിയുണ്ട് എന്ന് മുതുകാടിനെ ചൂണ്ടിക്കാണിച്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ഉണ്ട് സാർ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പേരന്റിനെ അപമാനിച്ചു വിടുകയാണ് ഗോപിനാഥ് മുതുകാട് ചെയ്തത്. ഇതെൻ്റെ ഔദാര്യമാണെന്നും നിങ്ങളുടെ കൂട്ടൊരു കുട്ടി എനിക്കില്ല, എന്നിട്ട് ഞാൻ ഇതൊക്കെ നോക്കി നടത്തുന്നൊക്കെ ഉണ്ട് എന്ന് പറയാൻ മുതുകാടിന് എങ്ങനെ തോന്നിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എങ്ങനെ അങ്ങനെ ഒരു പേരന്റിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു കാര്യം പറയാൻ മുതുകാടിന് തോന്നിയെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു അപമാനം ഏൽക്കേണ്ടി വന്നതുകൊണ്ടും അവിടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും ഗോപിനാഥ് മുതുകാട് അതൊന്നും കാര്യമായിട്ട് എടുക്കാത്തത് കൊണ്ടുമാണ് ഈ പേരൻസിന് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്ന് അവിടെ നടന്ന കാര്യങ്ങളും അവിടെ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ നാണക്കേടിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടതായിട്ട് വന്നത്. ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോപിനാഥ് മുതുകാട് കാര്യമായിട്ട് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നു. ഈ പ്രശ്നങ്ങൾ അവിടെ അവരോട് ഗോപിനാഥ് മുതുകാട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് ആ സ്ഥാപനം പൂട്ടാൻ വേണ്ടി ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതെന്നാണ്. ഇവരുടെ കുഞ്ഞിനെ പോലുള്ള മറ്റു കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണത്. അങ്ങനെ ഒരു സ്ഥാപനം ഇവരെ പൂട്ടാൻ വേണ്ടി ആഗ്രഹിക്കുമെന്ന് ഗോപിനാഥ് മുതുകാടിന്റെ ഫാൻസിന് തോന്നുന്നുണ്ടോ? ഇവരെ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകണമെന്ന് തന്നെയാണ് ഇവരുടെയും ആഗ്രഹം. നാടൻ ഭാഷ വേണമെങ്കിൽ പോടാ വേണോ എന്ന് പറയുന്ന ശൈലിയില്ല, അതേ മുഖഭാവമാണ് നമുക്ക് തോന്നുന്നത്. അപ്പോ അന്ന് ഞാൻ ഇതിന്റെ ഫൈനൽ വാക്കത് ആ മുതുകാടെന്ന് പറയുന്ന വിഗ്രഹം, എന്റെ വൈഫ് ഇവിടെ മുതുകാട് സാറിന്റെ വീഡിയോ കാണാതെ ഉറങ്ങത്തില്ല. രാവിലെ ഉണരുമ്പോ വീഡിയോ കാണണം, മുതുകാട് സാറിന്റെ സുവിശേഷം കേട്ടാണ് ഉണരുന്നത്. ആ വൈഫ് പറയാ ഇങ്ങനെ ഇങ്ങനെ വിതുമ്പിക്കരയാ പറയാ, ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞു മുതുകാടെന്ന് പറയുന്ന വിഗ്രഹം ഉടഞ്ഞു. ഇതവിടെ പല പല പേരൻസും എന്റെ മുഖത്ത് നോക്കി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞവര്. പിറ്റേ ദിവസം അപ്പോ ഞങ്ങള് അതേ വന്നിട്ട് പോയി മാനേജർ അടുത്ത് ചെന്ന് മാനേജർ വിളിച്ചു. അവിടെ ചെന്നപ്പോ പുള്ളി പറയാ, നിങ്ങൾ നാളെ തൊട്ട് വരാതിരിക്കരുത്, ഇതൊക്കെ സാറങ്ങ് മറക്കും, സാറ് നാളെ നിങ്ങളെ കാണുമ്പോൾ ഇത് മറന്നു പോകുന്നു. അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു, ഞാനൊരു പെറ്റ അമ്മയാണ്, എനിക്ക് ഒരിക്കലും ഇത് മറക്കാൻ പറ്റൂല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കുട്ടിയെ പ്രസവിച്ചതിന്റെ പേരിൽ കേട്ട ഏറ്റവും അപമാനകരമായ വാക്കാണ് നിങ്ങളുടെ കുട്ടിയെ പോലെ ഒരു കുട്ടി എനിക്കില്ല, എന്റെ മോൻ നോർമലാണ് എന്ന് ഒരു വാക്ക്. നിങ്ങൾ എന്റെ ഔദാര്യമാണ് നിങ്ങൾ ഇവിടെ പറ്റുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയും അനുഭവിക്കുന്നത്. എന്നിട്ട് ഒരു വാക്കൂടെ പുള്ളി പറഞ്ഞു, ഇതേ സമാന പരാതി ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സെയിം ഇപ്പൊ ഇറങ്ങാം ഇവിടുന്ന്, ആരും ഇവിടെ നിൽക്കണമെന്നില്ല, ഇഷ്ടം പോലെ ആൾക്കാർ ഹൈ ലെവൽ റെക്കമെൻഡായിട്ട് പുറത്ത് വെക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത്. മുതുകാട് ഇവരോട് പറഞ്ഞ ആ വാക്കുകളിൽ നിന്ന് എനിക്ക് വ്യക്തമാവുന്നത് എന്തോ ഒരു ധാർഷ്ട്യത്തോടു കൂടി എന്തോ ഒരു ഔദാര്യം ഇവർക്ക് മുതുകാട് കൊടുക്കുന്നു എന്നുള്ളൊരു രീതിയിൽ, അല്ലെങ്കിൽ ഇവർക്കെല്ലാം മേളിലാണ് മുതുകാട് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചതെന്നാണ് എനിക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കാര്യം ആ അമ്മയുടെ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് മാനേജർ വന്ന് പറയുകയാണ്, നാളെ സാർ ഇതെല്ലാം അങ്ങ് മറക്കുമെന്ന്. എങ്ങനെ അവർക്ക് ഇതൊക്കെ പറയാൻ തോന്നുന്നു? ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളോ മകനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കേ അറിയുകയുള്ളൂ നിങ്ങൾ എന്തുമാത്രം വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ തകർന്നിരിക്കുന്ന നിങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന പേരൻസിനെ തെറി വിളിക്കുന്നവന്മാർ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഇവരെയൊക്കെ തെറി വിളിക്കാൻ പോവുക. മുതുകാട് എവിടെയോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു അമ്മയുടെ കരച്ചിൽ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഒരു അമ്മയുടെ വിഷമം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയതെന്ന്. ഒരു അമ്മയുടെ വിഷമം കണ്ടിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയ ഒരാൾക്ക് അങ്ങനെ ഒരു മകനുള്ള അച്ഛന്റെ മുഖത്ത് നോക്കി എങ്ങനെ പറയാൻ കഴിയും? ഈ പുറത്ത് കാണുന്നവർ കേൾക്കുന്നവർ എന്ത് പറയുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടും. ഞങ്ങളുടെ മനസ്സിലാ വിഗ്രഹം അന്നത്തോടുകൂടി മുതുകാടെന്ന് പറയുന്ന വിഗ്രഹം ഉടഞ്ഞു കഴിഞ്ഞു. പിന്നെ പുള്ളിനെ എന്ത് പറഞ്ഞാലും അവിടെ എല്ലാത്തിനും പ്രിഫറൻസ് കൊടുക്കുന്ന ആ ഒരു 10-20 അകത്തുള്ള കുട്ടികളുണ്ട് പച്ച യൂണിഫോമിലുള്ള, നിങ്ങൾ ഈ കാണുന്ന അവരെ പുറത്ത് കൊണ്ടുപോകുള്ളൂ. ഡൽഹിയിൽ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ ഒരു അമ്മ അവിടെ ബോധം കെട്ട് വീണെന്ന് പറയുന്നുണ്ട്. അവരും എല്ലാവരും നിശബ്ദരാണ്. കാരണം നാളെ കിട്ടുന്ന ഒരു ബിരിയാണിയാണ് അവരുടെ എല്ലാം പ്രതീക്ഷ. നമ്മൾ ആരെ വിശ്വസിച്ചിട്ടാ പോകുന്നത്? മോന്റെ സ്വഭാവത്തിൽ പ്രകടമായ വ്യത്യാസം വന്നു. അവന് ഒരു സൈഡ് മുഖത്തിന്റെ ഒരു സൈഡിന് ഒരു കോടൽ വരെ വന്നു.
അത്രയും ടെൻഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് നിന്ന്. ഞാൻ ചില സമയത്ത് ഞാൻ വെള്ളം കൊണ്ടു കൊടുക്കാനോ എന്തെങ്കിലും കാര്യം എന്നൊക്കെ പറഞ്ഞ് കയറാറുണ്ട്. കയറുമ്പോൾ ഞാനത് കണ്ടു. പിന്നെ നമുക്ക് ചായ കുടിക്കാനകത്ത് ഒരു 11 മണിയാകുമ്പോൾ ചായ കുടിക്കാൻ അതിൻ്റെ അകത്ത് എടുത്തു വയ്ക്കും. അത് തന്നെ നമ്മളില്ല വലിയ ആളുടെ വീട്ടിൽ ഭിക്ഷയ്ക്ക് ചെല്ലുമല്ലോ. ആ ബോംബെയിലൊക്കെ കുറച്ച് മുതലാളിമാരെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഭിക്ഷയ്ക്ക് ഇരിക്കുന്നത് അതുപോലെ ആണ് നമ്മളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. പരിതാപകരമായ അവസ്ഥ. ഈ കുട്ടികള് ചില ഗസ്റ്റ് വരുമ്പോൾ കുട്ടികളെ ഗസ്റ്റിന്റെ കൂടെ ഗസ്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ കുട്ടികൾ പോകും. പല ദിവസവും ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് കുട്ടികൾ പുറത്തു പോകുന്നു. അപ്പൊ ഞാൻ ഈ വഴക്ക് പറഞ്ഞതിന്റെ വിഷമത്തിൽ ഞാൻ പുറത്തിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുട്ടി ഒരു കുട്ടി ഇറങ്ങി പോകുന്നു. അപ്പൊ ഞാൻ അതിന്റെ അപ്പൂപ്പനെ അവിടെ കൊണ്ടുവരുന്ന കുട്ടി അപ്പൂപ്പനെ വിളിച്ച് പറഞ്ഞപ്പോ 1/2 കിലോമീറ്റർ പുറത്ത് ഒരു കടയിൽ ചായ കുടിക്കാൻ പോയിരുന്നു. അദ്ദേഹം അവിടുന്ന് ഓടി വന്നു. വളരെ വികാരപരമായിട്ട് ഓടി വന്ന്. അത്രയും വയസ്സായ മനുഷ്യൻ അത്രയും ഓടാനും പാടില്ല. വന്നു. അപ്പൊ ഒരു ടീച്ചറിന്റെ കയ്യിൽ കുട്ടിയെ കിട്ടി. അപ്പൊ കിട്ടിയെന്ന് പറഞ്ഞു. അദ്ദേഹം എന്റെ അടുത്ത് ഇരുന്ന് സമാധാനപ്പെട്ടു. അതേ കുട്ടി തന്നെ പല ദിവസങ്ങളിലും പുറത്തു പോയിട്ടുണ്ട്. പിന്നീട് കുട്ടികൾ പേടിച്ച് ബാത്റൂമിലും ഒരുപാട് മൂലകളുണ്ട് ആ സെന്ററിന്, അവിടെയൊക്കെ പോയിരിക്കും. അപ്പൊ ഇതൊക്കെ ഞാൻ പരിതാപകരം എന്ന് പറയുന്ന അവസ്ഥകൾ ഇതൊക്കെയാണ്. പിന്നെ ഈ കണ്ടമാനം ഈ ബിസ്ക്കറ്റ് കൊണ്ടുവച്ചിരിക്കുന്നത് പിള്ളേരെ ഇഷ്ടം പോലെ വാരി തിന്നും. എന്നിട്ട് അവര് ഹൈപ്പർ ആവും, അവര് വയലന്റ് ആവും. അപ്പൊ ഈ പരിതാപകരം എന്ന് പറയുന്ന വാക്ക് ഞാൻ പിൻവലിക്കാം. അദ്ദേഹത്തിനോട് മാപ്പ് പറയാം. പരിതാപകരം എന്ന് പറയുന്ന ഞാൻ കണ്ട അവസ്ഥകൾ അദ്ദേഹം മാറ്റട്ടെ. പരിതാപകരം എന്ന് പറയുന്നത് എനിക്കറിയാം. എനിക്ക് 2013 തൊട്ട് ഞാൻ ഇത്തരം കുട്ടികളുടെ ഫാമിലികളിൽ പോകാറുണ്ട്, അവരെ കാണാറുണ്ട്, അവരുമായിട്ട് അടുത്ത് ഇടപഴകാറുണ്ട്. അവരുടെ കാര്യങ്ങൾ എനിക്കറിയാം. എന്നെ കണ്ട ഈ പറയുന്ന എല്ലാ ഫാമിലിയിലെ കുട്ടികൾക്കും എന്നെ തിരിച്ചറിയാം. അവരുടെ സ്വഭാവങ്ങളും അവരുടെ രീതികളും എല്ലാം എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇവരുടെ കൈകാര്യം ചെയ്യുന്ന രീതി തെറ്റാണ്. ഇങ്ങനെ അല്ല ഇവരെ കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു കുട്ടി ജനഗണം കഴിഞ്ഞിട്ട് പുറത്തു പോകാമോ എന്ന് പേരൻസ് പുറത്തു പോകാമോ എന്ന് പറയും. അപ്പൊ ഈ കുട്ടി അവിടെ നിന്ന് വയലന്റ് ആയി നിലവിളിക്കുക, സൗണ്ട് ഉണ്ടാക്കി. അതിന്റെ അമ്മയ്ക്ക് അങ്ങോട്ട് പോയി ഇത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങോട്ട് പോയി ആ കുട്ടിയെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് കരീഷ്മയിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഇത്ര ടൈം ലിമിറ്റ് ഉണ്ട്. ആ സമയത്തെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അവർ പിന്നെ അത് കഴിഞ്ഞിട്ട് പരാതി പറഞ്ഞുകൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ അവിടെ പിടിച്ചു നിർത്തിയിട്ടല്ലേ ഈ കുഴപ്പം പറ്റിയതെന്നൊക്കെ അവർ പരാതി പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ കണ്ടു. അപ്പൊ അതേ സാഹചര്യങ്ങളാണ് ഞാൻ പരിതാപകരണം എന്ന് പറയുന്നത്. ഇദ്ദേഹം പറയുന്നതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അവിടെയുള്ള കുട്ടികൾ ഒരുപാട് പ്രഷർ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരുപാട് പ്രഷർ കൊടുക്കാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ ആ കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് പ്രോപ്പറായിട്ട് നോക്കുന്നില്ല എന്നും കൂടെ ഇദ്ദേഹം പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അവിടെ ബിസ്ക്കറ്റുകൾ ഒരുപാട് വെച്ചിട്ടുണ്ട്. അത് കഴിക്കുന്നതിലൂടെ കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവായി മാറുന്നതെന്ന്. ഒരു പ്രോപ്പർ ഡയറ്റ്, കുട്ടികൾക്ക് എന്ത് കഴിക്കാൻ കൊടുക്കാൻ പാടില്ല, കുട്ടികൾക്ക് എന്ത് കഴിക്കാൻ കൊടുക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങും അവിടെ ഇല്ലാത്തതായിട്ടാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് പോരായ്മകൾ അവിടെ ഉണ്ട്. ഇതൊക്കെ പേരൻസ് ചൂണ്ടിക്കാട്ടി അതിലെന്താണ് തെറ്റ്, ഈ പോരായ്മകളൊക്കെ പരിഹരിച്ചല്ലേ മുമ്പോട്ടേക്ക് പോവേണ്ടത്. അത് പരിഹരിച്ചില്ലെങ്കിൽ വേറെ വല്ല പ്രശ്നങ്ങളൊക്കെ ആ കുട്ടികൾക്ക് വന്നു പോകും. അതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട്, കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട് പേരൻസ് കൺസേൺ ആണ്. അവരിങ്ങനെയുള്ള പരാതികൾ, ഒരു ചെറിയ കാര്യം കണ്ടാലും ഒരു പരാതിയായിട്ട് ചെന്ന് പറയും. അപ്പോൾ അവരുടെ മുഖത്ത് നോക്കി എനിക്കിങ്ങനെയുള്ള കുട്ടിയൊന്നുമില്ല, എനിക്കിങ്ങനെ നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ബംഗ്ലാവ് കാണാൻ പോണത് പോലെ, ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഒരു സൂ കാണാൻ പോണത് പോലെ ഉള്ള ലാഘവത്തോടു കൂടി പോകുന്ന ഈ മലയാളിയോട് നമ്മൾ എന്ത് പറയാനാ? ഈ കുട്ടികളുടെ ദൈന്യത കാണാൻ അവിടെ പോകുന്നു. എല്ലാവരും വെക്കേഷൻ ടൂർ പ്ലാൻ ചെയ്യുന്നത് ഡിഫറൻറ്റ് ആർട്ട് സെന്റർ അടങ്ങുന്ന മാജിക് പ്ലാനറ്റിലോട്ടാണ്. അവർ പോട്ടെ, മാജിക് കണ്ടോട്ടെ, അടുത്ത മറ്റ് മാജിക് ഇതര കാര്യങ്ങൾ കണ്ടോട്ടെ, ആ തിയേറ്ററുകളൊക്കെ ആസ്വദിച്ച് വന്നോട്ടെ. ഈ കുട്ടികളുടെ ദൈന്യത, അവരുടെ കലാപരിപാടി അതൊക്കെ വേറെ മറ്റ് ഇതിലല്ലേ അവതരിപ്പിക്കാനുള്ളത്. അതിനൊന്നും വേദികൾ കണ്ടെത്തി അത്തരം വേദികളിലല്ലേ അതൊക്കെ അവതരിപ്പിക്കാനുള്ളത്. ഇവിടെ ചെല്ലുന്നു, ഇങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ഒട്ടകത്തിനെ കണ്ടു, മാനിനെ കണ്ടു, മുയലിനെ കണ്ടു, പുലിയെ കണ്ടു, സിംഹത്തിനെ കണ്ടു, സിംഹവാലൻ കുരങ്ങിനെ കണ്ടു പുറത്തു വരുന്ന പോലെ ആദ്യം വിധവൻ അവിടെ ചെന്നു. അവിടെ നമ്മൾ കുറച്ച് സങ്കടം ഇറക്കി വെച്ചു, സങ്കടം വിതരണം ചെയ്തു. അപ്പുറത്ത് ചെന്ന് ഡാൻസിന്റെ അവിടെ ചെന്ന് അവിടെ നമ്മൾ കുറച്ച് സങ്കടം ഇത് ചെയ്തു. നമ്മുടെ കുറച്ച് സങ്കടങ്ങൾ അവിടെ ഇത് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ളത് അവരുടെ പെട്ടിയിൽ ഇട്ടിട്ട് വരുന്നു. ഇതാണ് അവിടെ ഞാൻ കണ്ടത്. ഇത് എന്റെ കുഞ്ഞിനെ അങ്ങനെ ഒരു പ്രസന്ന വസ്തുവാക്കി വിട്ടുകൊടുക്കാൻ ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ കൂടെ വന്നൊരു പേരന്റ് ഇന്ന് കരഞ്ഞു പറയുന്ന കണ്ടു. അവൻ കീബോർഡ് വായിക്കുന്ന പയ്യനാണ്. അവൻ കീബോർഡ് വായിക്കുന്നത് കൊണ്ടാണ് അവിടെ അഡ്മിഷൻ കിട്ടിയത്. എന്റെ കൂടെ അവിടെ വന്ന് ടാലന്റ് ടെസ്റ്റിൽ പങ്കെടുത്തു. അവൻ അവിടെ കീബോർഡ് വായിക്കുകയും ചെയ്യും. അപ്പൊ അവർ പറയുന്നത്, ഇന്ന് പറയുന്നത് ആ ഒരു കള്ളത്തരം കേട്ടിട്ട് എന്റെ ചങ്ക് പൊടിഞ്ഞു പോയോ, ഇവിടെ വന്ന് ഇത്രയും പരിശീലനം കിട്ടി അവൻ ഈ നിലയിൽ എത്തിയെന്ന് പറയുന്നു. അപ്പൊ അവരൊക്കെ അടിമകളാണ്. അവരൊക്കെ ഈ നാളെ കിട്ടുന്ന ബിരിയാണി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നടക്കുന്ന അടിമകളാണ്. അവരെ യഥാർത്ഥ അവസ്ഥ എനിക്കറിയാം. അവരുടെ വീട്ടിലെ അവസ്ഥ എനിക്കറിയാം. അവരുടെ മകൾ അവിടെ വരുമായിരുന്നു. അവരെ ശരിയായ അവസ്ഥ എനിക്കറിയാം. പക്ഷെ ഇവരൊക്കെ എന്തിനിങ്ങനെ ഈ കുട്ടി ഉള്ളതിന്റെ പേര് ഈ കള്ളത്തരങ്ങൾക്ക് കൂട്ടി നിൽക്കുന്നു? എനിക്ക് ചിരി വരുന്നത് അഷീൽ സാറിന്റെ സ്റ്റേറ്റ്മെന്റും ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ മനസ്സിൽ ചിരിച്ചു. പുള്ളി അവിടെ നിന്ന് കരോക്കെ പാട്ട് പാടുന്നുണ്ട്. ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ അവിടെ വന്നിട്ട് അങ്ങോട്ട് നിർബന്ധിച്ച് കരോക്കെ ഇട്ടിട്ട് ഒരു പാട്ട് പാടുന്നുണ്ട് പ്രവേശനോത്സവത്തെ. അപ്പൊ പറഞ്ഞു സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പുതിയ ഡയറക്ടറാണെന്ന് പറഞ്ഞു.
അതുപോലെ നമുക്ക് നിശബ്ദരായിരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട പല ആൾക്കാരും നിശബ്ദരാണ്, അവിടുത്തെ ഡിവോട്ടീസ് ആണ്. അതുകൊണ്ട് നീതി കിട്ടുമെന്നൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി പറയാതിരുന്നിട്ടും കാര്യമില്ല. മനസ്സിലാക്കട്ടെ, നമുക്ക് അത്രേ പറയാൻ പറ്റും. അത്രേ ഉള്ളൂ. അതാണ് ഈ കാര്യങ്ങളൊക്കെ ഇവർ തുറന്ന് പറയുന്നത് ബാക്കിയുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള പോരായ്മകൾ അവിടെ ഉണ്ട്, ആ പോരായ്മകൾ നികത്തണം, ബാക്കി ഇത് പൊതുസമൂഹത്തിൽ എത്തിയിട്ടെങ്കിലും ഈ പോരായ്മകൾ പരിഹരിക്കപ്പെടും എന്നൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് അവരിത് തുറന്നു പറയുന്നത്. പക്ഷേ പലരും വിചാരിക്കുന്നത് ഇവർക്ക് ഗോപിനാഥ് മുതുകാടിനെന്തോ വ്യക്തിവൈരാഗ്യമുണ്ട്, ആ സ്ഥാപനം ഇവർക്ക് പൂട്ടണം എന്നൊക്കെയാണ് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ മലയാളികൾക്ക് ലിറ്ററസി കൂടുതലുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഇങ്ങനെയുള്ള ചിന്താശേഷികൾ വളരെ കുറവാണേ ഉള്ളൂ. പിന്നെ ചില മാതാപിതാക്കൾ ഒന്നും തന്നെ മിണ്ടാത്തത് അവരുടെ അവസ്ഥ കാരണമാണ്. അവർക്ക് വേറെ വഴിയില്ലായിരിക്കാം, അവർക്ക് ഇതൊക്കെ സഹിച്ച് അവിടെ നിന്നേ പറ്റുകയുള്ളായിരിക്കാം. അങ്ങനെയുള്ളവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. അവർക്ക് പ്രതികരിക്കാനോ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ധൈര്യം പോലും ഉണ്ടാവുകയില്ല. കാരണം ഈ ഒരു സ്ഥാപനമില്ലെങ്കിൽ പിന്നെ എന്ത് എന്നൊരു ചോദ്യചിഹ്നം തന്നെ അവരുടെ മുമ്പിൽ കാണും. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, കുട്ടികളെ ഒരു പ്രദർശന വസ്തുമായിട്ട് അവിടെ കാണിക്കുന്നു എന്നുള്ളത്. കുറേ പേര് കുറേ സിമ്പതിയുമായിട്ട് അവിടെ ചെല്ലുന്നു, അങ്ങനെയാണ് അവിടെ വരുമാനം കിട്ടുന്നതെന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല കേട്ടോ. കുട്ടികളെ ഒരു പ്രദർശന വസ്തുവായിട്ട് അവിടെ കാണിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഇവിടെയുള്ള കുട്ടികൾക്ക് അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച് അവർക്കൊരു വേദി ഒരുക്കി കൊടുക്കുക, അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒരു വേദി ഒരുക്കി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കുട്ടികളെ ഒരു കാഴ്ച വസ്തുവായിട്ട് മാറ്റാതെ അവർക്ക് അങ്ങനെ ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് കൂടിയാണ് ഈ അച്ഛൻ മുന്നോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പോരായ്മകൾ അവിടെയുണ്ട്. അപ്പോൾ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകണമെന്നാണ് മുതുകാട് സാറിനോട് എനിക്കും പറയാനുള്ളത്, ഈ മാതാപിതാക്കൾക്കും പറയാനുള്ളത്. അല്ലാതെ മുതുകാട് സാർ ഇത് നിർത്തണമെന്നോ താങ്കൾക്ക് വരുന്ന ഫണ്ടുകളുടെ കണക്ക് കാണിക്കണമെന്നോ ആ ഫണ്ട് എങ്ങനെ ചെലവാക്കുന്നു എന്ന് അറിയണമെന്നോ എന്നൊന്നുമല്ല പേരൻസിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ദയവ് ഇതൊക്കെ പരിഹരിച്ചു പോകുക. കാരണം വയ്യാത്ത കുട്ടികളാണ്, അവർക്ക് ഒരുപാട് പരിഗണനകളും അവർക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അറിവുള്ള ആൾക്കാരെ അവിടെ ഹയർ ചെയ്ത് അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും ഈ സ്ഥാപനം നിർത്തണമെന്നോ അല്ലെങ്കിൽ നിർത്തിപ്പോണമെന്നോ ഒന്നും ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയൊരു സ്ഥാപനം വേണം, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ളൊരു സ്ഥാപനം വേണം. പക്ഷേ പോരായ്മകൾ പരിഹരിക്കപ്പെടണം.